ഒരു മാറ്റത്തിന്റെ കാറ്റ് മാഹിയിൽ വീശുകയാണ്. ഭാവിയെ മുൻകൂട്ടി കണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മാഹിയെ ഒരു ലോകോത്തര നഗരമാക്കി മാറ്റുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി രംഗസ്വാമിയുടെയും നേതൃത്വത്തിലുള്ള NDA സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. മാഹിയുടെ വികസനത്തിന്റെ പുതിയൊരു അധ്യായം ഇവിടെ എഴുതപ്പെടുകയാണ്. മാഹിക്ക് വേണ്ടത് വെറുമൊരു ഭരണമല്ല, മാഹിയുടെ ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്താനുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. വികസിത മാഹി ഇനി ദൂരെയല്ല. കഴിഞ്ഞ 5 വർഷം മാഹിയിൽ NDAക്ക് MLA ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാർ മാഹിയുടെ വളർച്ചയ്ക്ക് തടസ്സമായോ? ഇല്ല. മറിച്ച് PMAY പദ്ധതിയിലൂടെ മാഹിയിലെ 300-ലധികം കുടുംബങ്ങൾക്കാണ് സ്വന്തമായി സുരക്ഷിതമായ വീടൊരുക്കിയത്. 12 കോടിയിലധികം രൂപ ചിലവിൽ മാഹിയിലെ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇത് മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. ഇതാ മാഹിയുടെ മുഖഛായ മാറ്റാൻ 750 കോടി രൂപയുടെ സംയോജിത നദീതീര വികസന പദ്ധതി. ഇതിന്റെ ആദ്യഘട്ടമായി 100 കോടി രൂപ മാഹിക്ക് മാത്രമായി അനുവദിച്ചു കഴിഞ്ഞു. നമ്മുടെ പുഴയോരം സംരക്ഷിക്കാനും മനോഹരമായ നടപ്പാതകൾ, ബോട്ടിംഗ് സൗകര്യങ്ങൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നിവ വഴി മാഹി ഒരു പ്രമുഖ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കാനുമാണ് ഈ വമ്പൻ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ആരോഗ്യമാണ് ഒരു നാടിന്റെ കരുത്ത്. ആയുഷ്മാൻ ഭാരത് വഴി 7000-ലധികം പേർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി. മാഹി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പുതിയ ICU യൂണിറ്റും വരാനിരിക്കുന്ന ജിപ്മർ ഹോസ്പിറ്റലും മാഹിയുടെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. നാം ചിന്തിക്കണം, കഴിഞ്ഞ 40 വർഷം മാഹി ഭരിച്ച കോൺഗ്രസ് എന്തു നൽകി? ഹാർബർ പദ്ധതിയിലും വാക്ക്വേ നിർമ്മാണത്തിലും നടന്ന 60 കോടിയുടെ അഴിമതി നാം മറക്കരുത്. സ്വന്തം സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടാതെ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ മാഹിയിൽ നിർത്തിയതും മറക്കരുത്. സ്വന്തം മുന്നണി പോലും എതിർക്കുന്ന ഒരു ദുർബലനായ MLA ആണോ മാഹിയെ നയിക്കേണ്ടത്? മാഹിയുടെ വികസനത്തിന് സ്പീഡ് ബ്രേക്കർ ഇടുന്നവർക്ക് ഇനിയും അവസരം നൽകണോ? അഴിമതിയില്ലാത്ത വികസന സ്വപ്നങ്ങളുള്ള ഒരു നേതാവ് BJP സ്ഥാനാർത്ഥി ശ്രീ A. ദിനേശൻ മാഹിയുടെ പ്രതീക്ഷയാണ്. മാഹിയുടെ കുതിപ്പിനായി ഇത്തവണ BJPക്ക് NDAക്ക് നിങ്ങളുടെ വോട്ട് നൽകി വിജയിപ്പിക്കും.